ഉമ്മാന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? ഉമ്മ നൽകിയ അമ്മിഞ്ഞ പാലിന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ സാലറീസുകളില്ല, എന്റെ കയ്യിൽ കറൻസികളുടെ ശേഖരമില്ല. എത്രയെത്ര കോടാനക്കോടി കൊണ്ട് ഉമ്മാന്റെ മടിത്തട്ട് എറിഞ്ഞാലും ഉമ്മ തന്ന ഒരു തുള്ളി അമ്മിഞ്ഞ പാലിന് പകരമാകില്ല. പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഉമ്മ നൽകിയ ചുംബനങ്ങൾക്ക്, വാപ്പ നൽകിയ കരുതല സ്പർശങ്ങൾക്ക് പകരം കൊടുക്കാൻ ആധുനിക ലോകത്തിന് കുന്ത്രാണ്ടവും കണ്ടുപിടിച്ചിട്ടില്ല. പാതിരാറിന്റെ സമയങ്ങളിൽ ഞാനും നിങ്ങളും ഉറക്കമൊളിക്കാറുണ്ടോ മുഅ്മിനീങ്ങളെ? ഉമ്മമാരെ നോക്കുവീ. ഞാൻ എന്റെ കുഞ്ഞുനാളിൽ പാതിരാത്രിയുടെ ഏതോ യാമത്തിൽ ഉണർന്ന് കരഞ്ഞപ്പോൾ എന്റെ കരളിന്റെ കരളായ ഉമ്മ എന്നെ വാരിയെടുത്ത് ഉറക്കമൊളിച്ച് പാതിരാത്രി മുഴുവനും താരാട്ട് പാടി എന്നെ ഉറക്കില്ലയോ? ഈ താരാട്ട് പാട്ടിനേക്കാൾ മധുരമായൊരു പാട്ട് ഞാനോ നിങ്ങളോ കേട്ടിട്ടുണ്ടോ? ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിന്റെ മധുരത്തെ പോലെ മധുരമുള്ളൊരു പാനീയം ഞാനും നിങ്ങളും കുടിച്ചിട്ടുണ്ടോ? അതിനുമ്മാക്ക് പകരം കൊടുക്കാൻ എന്റെ കയ്യിലെന്താണ്? ആ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലെന്താണ്? ആരംഭപ്പൂവായ ഹബീബ് പറഞ്ഞത് കണ്ടോ? മുതലാളിയാകട്ടെ, പ്രമാണിയാകട്ടെ, പൗരപ്രമുഖനാകട്ടെ, പ്രൈം മിനിസ്റ്റർ ആകട്ടെ, രാഷ്ട്രീയ മേലാളനാകട്ടെ, പ്രസംഗിക്കുന്ന മുസ്ലിയാരാകട്ടെ, ഏത് വലിയ 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 ആളായാലും എടാ നിനക്ക് സ്വർഗം എവിടെയാണെന്നറിയുമോ? നിനക്ക് സുവനം എവിടെയാണെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത ഖുദാമിൽ ഉമ്മഹാത്. ഉമ്മാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ്, വാപ്പാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ് എനിക്ക് സ്വർഗമുള്ളത്. ആ ഉമ്മാന്റെ തൃപ്തി വാങ്ങിയാണ് ഞാൻ സ്വർഗത്തിൽ പോകേണ്ടത്. ആ വാപ്പാന്റെ തൃപ്തി സമ്പാദിച്ചാണ് ഞാൻ സ്വർഗത്തിലെത്തേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് സ്വർഗം അന്യമാണ്, അല്ലെങ്കിൽ എനിക്ക് നരകമാണ്. ഉമ്മാന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. വാപ്പാന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. ഉമ്മാന്റെ മുഖത്ത് നീ ദേഷ്യത്തോടെ നോക്കല്ലേ മോനെ? ഉമ്മാന്റെ മുഖത്തെങ്ങാനും നീ ദേഷ്യത്തോടെ നോക്കിയാൽ, വാപ്പാന്റെ മുഖത്തെങ്ങാനും നീ ദേഷ്യത്തോടെ നോക്കിയാൽ അല്ലാഹുവിന്റെ കോപത്തോടെയുള്ള നോട്ടമാണ് നിന്നെ എതിരേൽക്കുക. പരിശുദ്ധരായ പരിശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ഗൗരവമുള്ള വിഷയമെന്നറിയാമോ? എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, എന്തൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. വാപ്പാന്റെ തൃപ്തി വേണം രക്ഷപ്പെടാൻ, ഉമ്മാന്റെ സംതൃപ്തി വേണം രക്ഷപ്പെടാൻ. ഒരു സഹാബി വര്യൻ വന്നപ്പോ ചോദിച്ചു, എന്റെ ഉമ്മയെയും വാപ്പയെയും കുറിച്ച് എന്തു പറയുന്നു നബിയേ? ഉമാ ജന്നതുക വനാറുക. നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ് മോനെ, നിന്റെ ഉമ്മ നിന്റെ നരകമാണ് മോനെ, നിന്റെ വാപ്പ നിന്റെ സ്വർഗമാണ് മോനെ, നിന്റെ വാപ്പ നിന്റെ നരകമാണ് മോനെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിച്ചിരിക്കുന്ന വാപ്പാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന വാപ്പാക്ക് സംതൃപ്തി മേടിച്ച് അവരെ തൃപ്തിപ്പെടുത്തി നമുക്ക് സ്വർഗം നേടാം. അവരെ അസംതൃപ്തരാക്കി അവരെ ദേഷ്യപ്പെടുത്തിയിട്ട് നമുക്ക് നരകവും നേടാം. അതാണ് ഉമാ ജന്നതുക വനാറുക. ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ പൊരുത്തം മേടിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ തൃപ്തി മേടിച്ചാൽ നമുക്ക് നരകത്തിലും പോകാം. ഞാൻ ഹാജിയാരാ, ഞാൻ മുസ്ലിയാരാ,
ഞാൻ നാട്ടിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്നയാളാ, അതല്ലെങ്കിൽ ഞാൻ വലിയ സാമൂഹിക നേതാവാ. അള്ളാന്റെ കോടതിയിൽ എന്നെയും നിങ്ങളെയും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഉമ്മാന്റെ തൃപ്തി അത് മസ്റ്റാണ്. വാപ്പാന്റെ സംതൃപ്തി അത് നിർബന്ധമാണ്. ഇത് ഇസ്ലാമാണ്. എത്ര വളരെ സുന്ദരമാണ് നോക്ക്. അല്ലാഹു അക്ബർ. ഞാൻ നിസ്കരിച്ചോണ്ടിരിക്കുക, തറാവീഹ് നിസ്കരിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ ഉമ്മ വിളിക്കുക, ഹാമിദ് യാസീൻ എന്നുമ്മ വിളിച്ചാൽ ഉമ്മാക്കുത്തരം ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. എന്റെ നിസ്കാരം ബാത്തിലാകും. എന്നാൽ ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ എന്റെ റസൂലുള്ള എന്നെ വിളിച്ചാലോ എന്റെ നിസ്കാരം ബാത്തിലാകൂല. മറിച്ച് ഞാൻ മുത്തുനബിക്ക് ഉത്തരം ചെയ്യുക തന്നെ വേണം. അത് അമ്പിയാക്കളുടെ പദവിയാ. മുഅ്മിനീങ്ങളെ നോക്ക്, ഫർദായ നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാലോ വാപ്പ വിളിച്ചാലോ ഉത്തരം ചെയ്യണ്ട. പക്ഷേ ഫർദ് നിസ്കാരത്തിന്റെ വിഷയമാണതെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുന്ന, അവനുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന ഒരു മുസ്ലിം, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഒരു മുസ്ലിമിന് അവന്റെ ഉമ്മയോ വാപ്പയോ വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകാം. അമ്പിയാക്കളെ വിളിച്ചാൽ ഏത് നിസ്കാരത്തിലാണെങ്കിലും ഉത്തരം നൽകണം. അത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷേ അതിനോടടുത്തൊരു കാറ്റഗറിയാണ് സുന്നത്ത് നിസ്കാരവും ഫർദ് നിസ്കാരവും. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഫർദായ നിസ്കാരങ്ങളിലുള്ളതൊക്കെ സുന്നത്തായ നിസ്കാരങ്ങളിലുമുള്ള കാര്യമാണ്. അതെല്ലാം ശരിയായാലേ ഇതെല്ലാം ശരിയാകൂ. നിബന്ധനയെല്ലാം ഒന്നാണ്. അതുകൊണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സുന്നത്ത് നിസ്കാരത്തിലായാൽ തന്നെയും നിനക്കുത്തരം വിളിച്ചാൽ അവർക്കുത്തരം ചെയ്യാൻ വിളിച്ചാൽ നിന്നെയും വിളിച്ചോ. ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ആ ഉമ്മാക്കുത്തരം ചെയ്യണമെന്നാണ്, വാപ്പാക്ക് ഉത്തരം ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് പരാതി പറയുക, നബിയേ എന്റെ വാപ്പായെ കൊണ്ട് ഞാൻ തോറ്റു നബിയേ, എന്റെ പിതാവിനെ കൊണ്ട് ഞാൻ ആകെ പ്രതിസന്ധിയിലാണ് നബിയേ. എന്തു പറ്റി മോനെ? അതെന്റെ സ്വത്ത്, എന്റെ പിതാവ് അന്യായമായി എന്റെ സ്വത്ത് അപഹരിക്കുന്നു നബിയേ. വാപ്പാനെ പറ്റി മോൻ കംപ്ലൈന്റ് പറയുക. ആരോടാ? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ആ സമയത്ത് പ്രവാചകർ പറഞ്ഞു, മോനെ നിന്റെ വാപ്പാനെ വിളിക്കടാ. ഈ സഹാബി നേരെ വാപ്പാന്റെ ചാരത്ത് പോയിട്ട് റസൂലുള്ള വിളിക്കുന്നു. മുത്തുനബിയുടെ ചാരത്തിയാള് വന്നപ്പോ റസൂലുള്ള ചോദിച്ചു, അല്ല സഹോദര, നിന്റെ മോനാണല്ലോ ഇവൻ, നിന്നെ പറ്റി അവൻ പണിഷ്മെന്റ് പറയുകയാ, കംപ്ലൈന്റ് ബോധിപ്പിക്കുകയാ, പ്രോബ്ലം ഉന്നയിക്കുകയാ. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? ഇവൻ പറയുന്നത് ശരിയാണോ? ഇവൻ പറയുന്നത് സത്യമാണോ? നിങ്ങൾ അവന്റെ സ്വത്ത് അന്യായമായി ഹനിക്കുന്നുണ്ടോ? ആ സമയത്ത് ആരംഭപ്പൂവായ ഹബീബിന്റെ മുന്നിൽ വന്ന് ആ വന്ധ്യവയോധികനായ പ്രായമുള്ള വൃദ്ധനായ പിതാവ് പറയുകയാണ്, നബിയേ, ഞാനൊരു വൃദ്ധനാ നബിയേ, എനിക്ക് കഴിയൂല നബിയേ, എനിക്ക് അധ്വാനിക്കാൻ മേല നബിയേ, എനിക്ക് കഷ്ടപ്പെടാനാകൂല നബിയേ. ഇവൻ എന്റെ മൂത്ത മകനാ നബിയേ, ഇവന്റെ താഴെ ചെറിയ കുഞ്ഞുമക്കൾ എനിക്ക് ഇനിയുമുണ്ട് നബിയേ, അവരെ പോറ്റാൻ വേണ്ടി ഇനിയും അധ്വാനിക്കാൻ എനിക്ക് കഴിയൂല നബിയേ. ആ സമയത്ത് അവൻ വലിയ മുതലാളിയായ അവന്റെ ഭക്ഷണത്തിൽ നിന്നും ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കും. അവന്റെ കാരക്കയിൽ നിന്നും ഞാൻ കുറച്ച് കാരക്ക എടുത്ത് എന്റെ മക്കൾക്ക്, ചെറിയ മക്കൾക്ക് കൊടുക്കും. ഇവന്റെ അനുജന്മാരാണ് അവർ, ഇവരുടെ സഹോദരനാണിവൻ. ഞാനത് ചെയ്യുന്നത് തെറ്റാണോ നബിയേ? എനിക്കിനി കഷ്ടപ്പെടാൻ മേല, എനിക്കിനി അധ്വാനിക്കാൻ വയ്യ.
റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ ഇത്തരം തിരിച്ചൊരു മറുപടി പറയുമ്പോൾ ഹബീബായ മുത്തുനബി ചോദിച്ചു, അല്ല സഹോദരാ, നിന്റെ പിതാവ് പറയുന്നത് ശരിയാണോ? ഇയാള് നന്നേ പ്രായമുള്ള മനുഷ്യനാണല്ലോ, ഇയാള് നന്നേ വൃദ്ധനായ മനുഷ്യനാണല്ലോ. ഇനിയും നിനക്ക് വേണ്ടി നിന്റെ ചെറിയ കുഞ്ഞു അനുജന്മാർക്ക് വേണ്ടി അധ്വാനിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യമില്ലല്ലോ. മോനെ, പിന്നെന്താടാ നിന്റെ വാപ്പ ചെയ്യുന്നത്? എങ്ങനാടാ അന്യായമാകുന്നത് എന്നങ്ങോട്ട് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ, കാരണം വാപ്പ സമ്പാദിക്കാൻ വേണ്ടിയല്ലല്ലോ, മുതലാളിയായ മകന്റെ ഭക്ഷണത്തിൽ നിന്നും കുറച്ച് ഫുഡെടുത്ത് തന്റെ കുഞ്ഞു മക്കൾക്ക് ഈ പിതാവ് കൊടുക്കുന്നത്, തന്റെ സ്വന്തം മകന്റെ ആഹാരമെടുത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഈ സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് പറയുന്ന നേരത്ത് ഈ റസൂലുള്ളാഹി തങ്ങളാ പിതാവിനോട്, എന്താ മോനെ, നിന്റെ വാപ്പയല്ലേ അത് എന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ മുഖറബുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, നബിയേ, ആ മനുഷ്യനോടൊന്ന് പാടാൻ പറയുമോ നബിയേ? അയാളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കുറെ കവിതാ ശകലങ്ങൾ കിടപ്പുണ്ട്, അതയാള് പോലും ഇതുവരെ കേട്ടിട്ടില്ല. അതൊന്ന് പാടാൻ പറയുമോ നബിയേ? സഹോദരാ, നിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ എവിടെയോ കുറെ കവിതാശകലങ്ങൾ കിടപ്പുണ്ട്, അതൊന്ന് പാടുമോ, അതൊന്ന് ചൊല്ലുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആവശ്യം അയാളോട് ഉന്നയിച്ചപ്പോൾ വൃദ്ധനായ പ്രായമുള്ള മനുഷ്യൻ പാടാൻ തുടങ്ങി, ഉദൗതുക മൗലൂദൻ വമുന്തുക യാഫിയാ ബിമാജ്നി അലൈക വതൻവലു. മോനെ, കുഞ്ഞു മോനെ, നിന്റെ കുട്ടിക്കാലം, നിന്റെ വളർച്ചയുടെ ഒന്നാം ഘട്ടം, നിന്റെ വളർച്ചയുടെ രണ്ടാം ഘട്ടം, നിന്റെ വളർച്ചയുടെ മൂന്നാം ഘട്ടം ഈ പിതാവ് നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടാണടാ നിന്നെ പോറ്റി വളർത്തി വലുതാക്കിയത്. നിന്നെ ഇത്രയും വലുതാക്കിയത് ഈ പിതാവ് കഷ്ടപ്പെട്ടിട്ടാടാ. إذا ليلة لاقتك بسقم لم أبيت لسقمك إلا سامي رنات ململ. നിനക്ക് രോഗമുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങിയിരുന്നില്ല മോനെ. നിനക്ക് വ്യസനമുള്ള രാത്രികളിൽ നീ രോഗഗ്രസ്തനായി കിടക്കുമ്പോൾ ഈ പിതാവ് ഉറങ്ങിയിരുന്നില്ല മോനെ. എത്ര സുദീർഘമുള്ള രാത്രിയാണ്! എന്താണ് നേരം വെളുക്കാത്തത്? എന്താണ് പ്രഭാതമാകാത്തത്? ഞാൻ നിനക്ക് വേണ്ടി ഉറക്കമൊളിഞ്ഞു മോനെ. നിന്റെ രോഗം എന്റെ രോഗമായി ഞാൻ കണ്ടു മോനെ. كأني أنا المتروك دونك بالذي ترقت به نوري فعينيك تحمل. വാസ്തവത്തിൽ എനിക്കായിരുന്നില്ല രോഗം, നിനക്കാണ് രോഗം, നിനക്കാണ് രോഗം. പക്ഷേ നിന്റെ രോഗം ഞാൻ എന്റെ രോഗമായി കണ്ടു. നിന്റെ വേദന എന്റെ വേദനയായിരുന്നു, നിന്റെ വിഷമം എനിക്ക് വിഷമമായിരുന്നു. എന്റെ മോനാണെങ്കിലോ അവനങ്ങനെ എന്നെ കണ്ടില്ലല്ലോ. فلما بلغت السن والغاية التي
كأنك أنبل فلما بلغت السن والغاية التي إليك مراما فيك قد كنت آمل. രോഗം പിടിപെട്ട് നീ ഇങ്ങനെ കിടക്കുമ്പോ നിന്റെ വിരിപ്പിന്റെ ചാരത്ത് ഞാൻ ഇങ്ങനെ ഉണർന്നിരിക്കും. എന്റെ മോൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ വിരിപ്പിന്റെ ചാരത്ത് ഞാനിങ്ങനെ ഉണർന്നിരിക്കും. മനസ്സ് നിറയെ സ്വപ്നങ്ങളാണ്, മനസ്സ് നിറയെ ആഗ്രഹങ്ങളാണ്, മനസ്സ് നിറയെ മോഹങ്ങളാണ്. ആഗ്രഹത്തിന്റെ ആകാശക്കോട്ടകൾ ഞാനിങ്ങനെ കെട്ടി, മോഹത്തിന്റെ സ്ഫടിക കൊട്ടാരങ്ങൾ ഞാനിങ്ങനെ ഉയർത്തുകയാണ്. ഇതെന്റെ മോനാണ്, ഇവൻ വളർന്നു വലുതാകുമ്പോ എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മോനാ. പ്രായമുള്ള വാപ്പ നടക്കാൻ വിഷമിക്കുമ്പോ വാപ്പാന്റെ കൈ പിടിച്ച് നടക്കാൻ സഹായിക്കുന്ന മോനാ. രോഗിയായി വാപ്പ ബെഡിൽ കിടക്കുമ്പോ എന്തു വേണം വാപ്പാ, എന്തു പറ്റി വാപ്പാ എന്ന് ചോദിച്ച് എനിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും സേവനം ചെയ്യാൻ സന്നദ്ധനാകുന്ന മോനാ. എന്നെ നോക്കുന്ന, എന്നെ ശുശ്രൂഷിക്കുന്ന, എന്റെ വിഷമങ്ങളിൽ പങ്കാളിയായ, എന്റെ ബുദ്ധിമുട്ടിൽ എനിക്ക് എല്ലാ തണലും താങ്ങും തളിരും എല്ലാമായ എന്റെ കുഞ്ഞുമോൻ ദാ കിടന്നുറങ്ങുന്നു. അവന്റെ കവിൾത്തടങ്ങളിൽ, കണ്ണടച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞുമോന്റെ കവിൾത്തടങ്ങളിൽ 1000 സ്നേഹത്തിന്റെ ചുടുചുംബന മുദ്രകൾ ഞാൻ അർപ്പിച്ചു. എന്റെ മനസ്സ് മുഴുവനും മനക്കോട്ടകൾ കെട്ടിക്കെട്ടി മോഹക്കൊട്ടാരങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. بلغت جزائر تنبى فضالتا كأنك أنت المنعم المتفضل. നീ ഇപ്പൊ പദവി കിട്ടിയപ്പോൾ, നീ വലിയ ആളായപ്പോൾ, നീ മുതലാളിയായപ്പോൾ, നീ ബിസിനസ്സുകാരനായപ്പോൾ, നിന്റെ കൈകാലുകൾ ഉറച്ചപ്പോൾ, നീ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവനായപ്പോൾ, നീ എന്നോട് എന്തോ അനുഗ്രഹം ചെയ്തവനെ പോലെ സംസാരിക്കുന്നുവല്ലോടാ മോനെ. എനിക്കെന്തോ ഉപകാരം ചെയ്തവനെ പോലെയാണല്ലോ നിന്റെ വർത്തമാനം കേട്ടാൽ. فليتك إذ لم ترى حق النبوة فليتك ما جار المجاوير يفعلون. ഒരു വാപ്പ എന്ന നിലപാടിൽ എന്നെ എന്റെ മോൻ കാണണ്ട, ഒരു പിതാവെന്ന നിലയ്ക്ക് എന്റെ മോൻ എന്നെ നോക്കണ്ട. ഒരയൽക്കാരന്റെ പരിഗണന എനിക്ക് തരുമോ? ഒരയൽക്കാരനായ, ഒരയൽവാസിയായ മനുഷ്യനോട് എങ്ങനെയാണ് നീ പെരുമാറുന്നത്? സ്റ്റാൻഡേർഡ് ഫുള്ളായിട്ടല്ലേ പെരുമാറുക അയൽവാസിയോട്? മാന്യതയോടെയല്ലേ പെരുമാറുക അയൽവാസിയോട്? ആ അയൽവാസിയോട് കാണിക്കുന്ന മാന്യതയെങ്കിലും നീ എന്നോട് കാണിക്കടാ. കണ്ണീർ ചാലുകൾ ഇങ്ങനെ ഒഴുകി താടിയോണങ്ങളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ആരംഭപ്പൂവായ ഹബീബിന്റെ മുഖം ചുവന്ന് തുടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഈ മനുഷ്യരിങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ ആർത്തനാദം ഉറക്കിക്കൊണ്ട് കവിതയെന്ന് പാടുമ്പോൾ ആ മകന്റെ കോമറിൽ പിടിച്ച് കുലുക്കിയെന്ന് തള്ളിയിട്ട് റസൂലെന്ന് പറഞ്ഞപ്പോഴാ അന്തമാലിക്കലിയതീക്ക നീ എന്നിന്റെ സ്വപ്നമെന്ന് വാപ്പാണ്ടതാടാ. അല്ലാഹുവിന്റെ റസൂൽ മാനവരോടൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് ആ പിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന ആദരാധനിക സമൂഹത്തോട് ഉന്നതോടെ പരുഷമായി പെരുമാറുന്ന ആദരാധനിക സമൂഹത്തോട് മദീനായിലെ രാജകുമാരൻ പ്രപഞ്ചത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ കാർക്കശ്യമുള്ള ആക്ഷൻ കണ്ടോ മുഅ്മിനീങ്ങളെ? വളരെ കാർക്കശ്യമുള്ള ആക്ഷനാണ് ഹബീബ് എടുത്തത്. ആ മനുഷ്യന്റെ തോളിൽ കോളറിൽ പിടിച്ചിട്ട് വാപ്പാന്റെ മേത്തേക്ക് തള്ളിയിട്ട് പറഞ്ഞു, പോടാ, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ വാപ്പാന്റെ ലാടാ
എന്തൊരു വലിയ നിലപാടാണ് ഹബീബിന്റെ നിലപാട്. മുഅ്മിനീങ്ങളെ, നമ്മൾ വിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്നു നോക്കൽ എന്താണ്? ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ റമദാൻ വരികയാണല്ലോ. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാസമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. റമദാനിൽ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ ഖുർആൻ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ അത് ഇബാദത്താണ്. കഅബാലയം, ശുദ്ധമായ കഅബാലയത്തെ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ അത് ഇബാദത്താണ്. സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരുടെ മുഖത്തിങ്ങനെ നോക്കൽ ഇബാദത്താണ്. വലിയ ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ തങ്ങന്മാരായ സാദാത്തുക്കളായ ആളുകളുടെ മുഖത്ത് ആദരവോടെ സ്നേഹത്തോടെ നോക്കൽ ഇബാദത്താണ്. അതുപോലെ ഉമ്മാന്റെ മുഖത്ത് വാപ്പാന്റെ മുഖത്ത് സ്നേഹമസൃണമായി നോക്കൽ ഇബാദത്താണ്. ഒരു നിവേദനത്തിൽ കാണാം, ഒരു സഹാബി വന്നിരുന്നപ്പോൾ റസൂലുള്ള പറയുകയാണ്, മോനെ, നീ നിന്റെ ഉമ്മാന്റെ മുഖത്തൊരു തവണ സ്നേഹത്തോടെ നോക്കിയാൽ നിനക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടടാ. ആ സമയത്ത് ഈ സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്ത്, ഞാൻ എന്റെ വാപ്പാന്റെ മുഖത്ത് സ്നേഹമസൃണമായ 100 തവണ എന്ന് നോക്കിയാലോ? ആ സമയത്ത് കാരുണ്യത്തിന്റെ കരകാണാ കടലായ കരുണയുടെയും കനിവിന്റെയും സൂര്യോദയമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിനക്ക് 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെടാ. മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവമുള്ള വിഷയമാ, എത്ര വലിയ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാ. ഒരു മാതാവ്, ഒരു എഴുത്തുകാരി പറഞ്ഞത് കാണാം, 3 വയസ്സുവരെ ഒരു കുഞ്ഞുമോനെ പോറ്റുന്നൊരു ഉമ്മ ഒരു ഉരുള കാഷ്ടവും 1/2 ഗ്ലാസെങ്കിലും മൂത്രവും കുടിച്ചിട്ടുണ്ടാകും. നമ്മളെ ഉമ്മമാര് ചെറിയ മക്കളെ തോളേൽ ഇങ്ങനെ വെച്ചേച്ച് ഈ ഇടത്തെ കൈയിന്റെ മേലില് പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കുക, അല്ലേ? സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ ഉമ്മ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞു മോനെ അല്ലെങ്കിൽ മോൾക്ക് പിന്നെന്താണ് പമ്പിങ്ങോ അതല്ലെങ്കിൽ സുനാമിയോ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ ഷൂന്ന് പറഞ്ഞ് ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സുനാമി ഉണ്ടായാൽ തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറിച്ചാലും ഈ മാതാവ് പണ്ടാരം പിടിച്ച വൃത്തിയിട്ട ചെറുക്കൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഒറ്റ എറിയെറിഞ്ഞെങ്കിൽ ഞാനും നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. അന്നേ നമ്മൾ ഔട്ടായി കഴിയുമ്പോഴായി മയ്യത്തായി പോകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഉമ്മ കനിവിന്റെയും അലിവിന്റെയും ദയയുടെയും പര്യായമാണ് ഉമ്മ. ആ ഉമ്മാന്റെ കയ്യേലായ കാഷ്ടം, ആ ഉമ്മാന്റെ പാത്രത്തിൽ തെറിച്ചു വീണ കാഷ്ടവും മൂത്രവുമുള്ള പാത്രം മാറ്റി വെച്ചേച്ച് നമ്മളെ പോയി കഴുകി ശുദ്ധിയാക്കി പുതിയ ഉടുപ്പിട്ട് പുതിയ വസ്ത്രം ധരിപ്പിച്ച് വീണ്ടും ആ തോളത്തെടുത്തു വെച്ച് ആ പഴയ ഫുഡ് എടുത്ത് ബാക്കി തിന്നുകയാ. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ പള്ളിയിൽ ഉടനാട് പള്ളിയുടെ ചാരത്തൊരുമിച്ചു കൂടിയ എന്റെ സാധുക്കളായ മുഅ്മിനീങ്ങളോട് ഈ പാവപ്പെട്ട വിനീതനായ മുത്തലിന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആലോചിച്ചു നോക്കുക. ഒരെഴുത്തുകാരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. അതാ ഒരു മകൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോനാണ് ഈ മോൻ. കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ഉമ്മാനെ പിന്നെ വേണ്ട, അങ്ങനെയായി. ഒരു വീടുകളിൽ തന്നെ 2 അടുപ്പായി. ഉമ്മ വേറെ സെപ്പറേറ്റ് ആ പാചകം ചെയ്യുന്നത്, മോന് സെപ്പറേറ്റ് ആ പാചകം ചെയ്യുന്നത്. 2 പേരും 2 പാചകമായി. അങ്ങനെ ഭാര്യ വേറെ പാചകം, ഉമ്മ വേറെ പാചകം. അങ്ങനെ വീട്ടിൽ 2 അടുപ്പുകളായി. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഭാര്യയ്ക്കൊരു രോഗം പിടിപെടുകയാണ്.
രോഗം പിടിപെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എടാ പൊന്നാര പൊന്നമോനെ, നിന്റെ ഭാര്യ ജീവിക്കണമെങ്കിലുണ്ടല്ലോ പുതിയൊരു ഹൃദയം വേണം, ഒരു ഹൃദയം വേണം. എവിടെന്നേലും ഒന്ന് സംഘടിപ്പിച്ചോണ്ട് വരാവോ? അവൻ നാടായ നാടൊക്കെ ഹൃദയം തരുമോ, സമ്പത്ത് തരാ. ആളുകളെ ഹൃദയം തരുമോ, പണം തരാ. ഗ്രാമങ്ങളായ ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളായ പട്ടണങ്ങളിലൂടെ രാജ്യം മുഴുവനും ചുറ്റിക്കറങ്ങി ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. അവസാനം അവൻ തളർന്നു വീട്ടിലെത്തി. ഉമ്മ ചോദിച്ചു, എന്താ മോനെ നീ ആകാതെ മാറിപ്പോയല്ലോടാ, ആളാകെ എന്ന് മാറിപ്പോയല്ലോടാ. ഉമ്മ വിഷയം ഇതുപോലെ ഡോക്ടർ പറഞ്ഞ് അവൾക്കൊരു പുതിയ ഹൃദയം കൊണ്ട് കൊടുത്ത് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ അടിച്ചു പോകും, എനിക്ക് എന്റെ പ്രിയതമ നഷ്ടപ്പെട്ടു പോകും, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചിന്തിച്ചിട്ടും ഞാൻ എത്ര അന്വേഷിച്ചിട്ടും ഒരു ഹൃദയം കിട്ടുന്നില്ല. എനിക്കിപ്പോൾ ഒരു ഉപായം കാണുന്നു. ഉമ്മ, നിങ്ങളിപ്പോ 10-60 വയസ്സ് പ്രായമായ ആളാ. ഇനി ഏറിയ 2, 3, 5 കൊല്ലം വരെ നിങ്ങൾ ജീവിക്കാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയതമയാണെങ്കിൽ 19 വയസ്സുള്ള മധുര 17-19 കാരിയ. ആ പെങ്ങളും ആ സഹോദരിയുമാ ആ പ്രിയപ്പെട്ട പത്നിയുമായിട്ട് എനിക്ക് അടിച്ചു പൊളിച്ചു കുറെ കാലം ജീവിക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങളാണെങ്കിൽ എന്നോ നാളെയോ മറ്റന്നാളോ അടിച്ചു പോകും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഹൃദയം ഞാൻ എടുത്തോട്ടെ? ഒരെഴുത്തുകാരന്റെ ഇമേജിനേഷൻസുകളാണെങ്കിലും ഇതിനകത്ത് ചിന്തിക്കാൻ വാചകങ്ങളും വകകളും വർത്തമാനങ്ങളും ഉള്ളത് കൊണ്ട് വളരെ ഗൗരവത്തോടെ കാണാൻ വേണ്ടി പറയുക സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ നീ എന്തൊരു വർത്തമാനമാണായി പറയുന്നത്, എന്റെ ഹൃദയം നിനക്ക് തരാനോ? അങ്ങനെ ഉമ്മ, നിന്നെ എത്രയാണ് നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലിയോടാ ഞാൻ വളർത്തിയത്. ആ ഉമ്മാന്റെ ഹൃദയം ഇപ്പോൾ ഒരു മനുഷ്യത്വവുമില്ലാതെ ചോദിക്കുന്ന, നീ ഒരു മനുഷ്യനാണോടാ? ആ സമയത്ത് അവന് ദേഷ്യം പെടുകയാണ്. ഉമ്മ, ടൈമില്ല, ഡോക്ടർ പറഞ്ഞ സമയം അധികരിച്ചിരിക്കുന്നു. അവനവന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് മാതാവിന്റെ മാറിടത്തിലേക്ക് അവനതാ കുത്തിക്കയറ്റി മാതാവിന്റെ ഹൃദയമെടുക്കുകയാണ്. അവൻ ഡോക്ടറുടെ സവിധത്തിലേക്ക് ആ ഹൃദയം കൊണ്ട് ഓടുകയാണ്. ഓടി പോകുന്ന നേരത്തതാ ഒരു മരച്ചുവട്ടിന്റെ വേലിൽ തെറ്റിയവൻ കമിഴ്ന്നു വീഴുകയാണ്. കമിഴ്ന്നു വീഴുന്ന നേരത്ത് ആ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്ന് ചോദിച്ചു, ഉമ്മാന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഈ മകനോട് ചോദിച്ചു, മകനേ നിനക്ക് വേദനിച്ചോടാ, മകനേ നിനക്ക് വേദനിച്ചോടാ. ഒരു മാതാവിനല്ലാതെ ആർക്കാണ് ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ അഗാധതയെ പരാമർശിക്കുന്ന ഒരു എഴുത്തുകാരന്റെ സങ്കല്പങ്ങളാണിതെങ്കിലും ഇതിലൊരു താഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. എനിക്കൊരു വിഷമം വന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്റെ ഭാര്യയാണോ? അല്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണോ? അല്ല. എന്റെ സഹപ്രവർത്തകരാണോ? അല്ല. എനിക്കൊരു വിഷമം വന്നു എന്ന് കേട്ടാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ കൽബാണ്. എന്റെ ഉമ്മാന്റെ മനസ്സ് വിഷമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ എത്ര സ്നേഹിച്ചാലും നിങ്ങളുടെ ആരെങ്കിലും മനസ്സ് വിഷമിക്കുമോ? നിങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കരുതി സംഭവിച്ചെന്നറിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായെന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഹൃദയം നമ്മുടെ ഉമ്മാന്റെ ഹൃദയമാണ്. എന്തൊക്കെ കച്ചറയാ കാണിച്ചാലും, എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും, എന്തൊക്കെ ഉമ്മാടുത്ത് പറഞ്ഞാലും മെല്ലെ ഒന്ന് പോയിട്ടൊന്ന് സോപ്പിട്ടാൽ പെട്ടെന്ന് വീഴുന്ന സാധനമാണ് ഉമ്മ. എന്റെ മോനല്ലേ, എന്റെ മോളല്ലേ. ആ ഉമ്മാന്റെ സ്നേഹം എത്ര വലുതാണ് മുഅ്മിനീങ്ങളെ. എനിക്കും നിങ്ങൾക്കൊക്കെ ഉമ്മമാരുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉമ്മമാരോട് തർക്കിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നത്. എത്രയോ ആളുകളുടെ ഉമ്മമാർ ചെറുപ്രായത്തിൽ തന്നെ അങ്ങ് മരണപ്പെട്ടു പോയിട്ടില്ലേ? എത്രയോ ആളുകളുടെ ഉമ്മമാർ. എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഫീഖ് നഈമി എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മാതാവ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി, ഡിസാസ്റ്റർ ഉണ്ടായി, കത്തിക്കരിഞ്ഞു മരണപ്പെട്ടു പോയി.
ഉമ്മാന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കുമാറാകട്ടെ. എത്ര എത്ര ഉമ്മമാരാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയത്. ഗ്യാസ് സിലിണ്ടർ ആക്സിഡന്റ് ഉണ്ടായത് ചുമ്മാതല്ലല്ലോ. മക്കൾക്ക് വേണ്ടി വെള്ളം ചൂടാക്കാനോ പാചകം ചെയ്യാനോ അടുക്കളയിലേക്ക് പോയതല്ലേ. അപ്പൊ സംഭവിച്ച ഡിസാസ്റ്റർ അല്ലേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉള്ളാളത്ത് പള്ളിയിൽ ഞാനിങ്ങനെ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ എന്റെ കണ്ണിലൊരു ദൃശ്യം കാണുകയാണ്. 16 വയസ്സ് പ്രായമുള്ള മകൻ, ഒരു നൂല് പോലെയാണ് അവന്റെ കൈകാലുകൾ. അവനിങ്ങനെ കിടക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല. ഒരു തൂവാല എടുത്ത് നിലത്തിട്ടാൽ, തുണിക്കഷ്ണമെടുത്ത് നിലത്തിട്ടാൽ എങ്ങനെയാണ് കിടക്കുക, അതുപോലെ ആ മോൻ ഇങ്ങനെ കിടക്കുകയാണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്നവൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ആ പ്രിയപ്പെട്ട മാതാവ് നോക്കുമ്പോൾ ഈർക്കിലി പോലെ കൈകാലുകൾ നീണ്ട ഈ കുഞ്ഞുമോനെ അവൻ കിടന്നെടുത്താണ് കാഷ്ടിക്കുന്നത്. അവൻ കിടന്നെടുത്താണ് മൂത്രമൊഴിക്കുന്നത്. ഈ മകനെ വാരിയെടുത്ത് കോരി വൃത്തിയാക്കി പൗഡറിട്ട് എപ്പോഴും കരിയൊക്കെ എഴുതി കൊടുത്ത് ആ മകനെ വാരി പുണർന്ന് മാറോട് ചേർത്ത് വെച്ച് ചുംബനം നൽകിയിരിക്കുന്ന ഒരു മാതാവ് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. ഞാൻ എന്റെ കൽബ് കൊണ്ട് ആലോചിച്ചു പോയി. പഠിച്ചവനെ, നമ്മുടെ മക്കളൊക്കെ മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്. ബാഗ് തൂക്കി രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ ഞാനും നിങ്ങളുമൊക്കെ എത്ര പ്രതീക്ഷയോടെയാ നമ്മുടെ മക്കളെ നോക്കിക്കാണുന്നത്. ഈ കുട്ടി നാളെ പഠിക്കാൻ പോയിട്ട്, എന്റെ പെങ്ങളെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാളെ എന്റെ മകൻ വലുതായി എനിക്ക് വേണ്ടി അവനെല്ലാം ചെയ്യും, എന്റെ മകൾ വലുതായി എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് തരും എന്ന വലിയ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിലുണ്ട്. നിങ്ങളുടെ മക്കൾ സ്കൂൾ ബാഗും തൂക്കി മമ്മി ടാറ്റ, ഡാഡി ടാറ്റ എന്ന ഈ ദുനിയാവിന്റെ ദുഷിച്ച വാചകങ്ങൾ പറഞ്ഞിറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് അഭിമാനമാണ്. അവന് സലാം പഠിപ്പിക്കാത്ത വാപ്പ, അവന് സലാം പഠിപ്പിക്കാത്ത അമ്മ, അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കുറ്റക്കാരാകട്ടോ. അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾ വലിയ അപരാധം ചെയ്ത ആളുകളാ. അനലൈസ് ചെയ്യുന്ന വിഷയമാണ്. ഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദീന അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുന്ന മക്കളെ വിളിച്ചു പറയുകയാണ്, പടച്ചവനെ ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ഉമ്മായും ബാപ്പായുവാ. ഈ വലിയ ചെമ്പിന്റെ ചൂടുള്ള തറയിൽ ഞങ്ങൾക്ക് നിൽക്കാനൊട്ട് നേരം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഈ ചെമ്പിന്റെ തറയിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആ ബാപ്പാനെ ഇങ്ങ് കൊണ്ടിട്ടാ, ആ ഉമ്മാനെ ഇങ്ങ് കൊണ്ടിട്ടാ, അവരെ കിടത്തിയിട്ടവരുടെ മുകളിൽ കയറി ഞങ്ങൾ നിൽക്കട്ടെ റബ്ബേ എന്ന മക്കളെ വിളിച്ചു പറയുന്നൊരു വെള്ളം വരാനുണ്ട്. ഉമ്മമാരെ, വാപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പ്രിയപ്പെട്ട മകൻ, ആ മകളെ ചേർത്ത് വെച്ച്, ആ മകനെ ചേർത്ത് വെച്ച് ഉമ്മ ചുഴുമ്പനാരവങ്ങൾ ചിന്തിക്കുമ്പോ ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ ഈ 16 വയസ്സ് പ്രായമുള്ള മോൻ ഇന്നുവരെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. സംസാരശേഷിയില്ലാത്ത മോനാണ്. എഴുന്നേറ്റ് നടന്നിട്ടില്ല, നടക്കാൻ കഴിയില്ല. കൈകാലുകളെല്ലാം ദൗർബല്യപ്പെട്ട് ഈർക്കില് പോണ്ട് മെല്ലിച്ച് നീളം വെച്ചതാണ്. ആ മകന്റെ വായിലൂടെ ഉമിനീരെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈച്ച പറ്റാൻ വരുമ്പോ ആ ഉമ്മ തൂവാല കൊണ്ട് ഇങ്ങനെ ഈച്ചയാട്ടുന്നു. ഒലിച്ചു വരുന്ന തുപ്പുനീര് ആ മാതാവ് വാത്സല്യ സമ്പന്നമായി, സ്നേഹസമ്പൂർണമായി കയ്യിലുള്ള തൂവാല കൊണ്ട് ഒപ്പിയെടുക്കുന്നു. നമ്മുടെ മക്കളെ കാണുമ്പോ നമുക്ക് വലിയ പ്രതീക്ഷയല്ലേ? ഈ മാതാവിന് ഈ മകനെ കാണുമ്പോ എന്ത് പ്രതീക്ഷയാണുള്ളത്? ആലോചിച്ചു നോക്കൂ മുസ്ലിമീങ്ങളെ. ഒരു ഉമ്മാക്കല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ? ഒരു വാപ്പ ഇത് ചെയ്യുമോ? ഒരു ഉമ്മാക്കല്ലാതെ കൈകാലുകൾക്ക് ശേഷി നഷ്ടപ്പെട്ടു പോയ, സംസാരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടു പോയ, ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിക്കാത്ത, പുഞ്ചിരിക്കാത്ത ഒരു ജഡം പോലത്തെ ഈ മനുഷ്യക്കോലത്തെ പോറ്റുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും അതിന് സ്നേഹത്തോടെ മാറോ ചേർത്ത് പിടിച്ച് ചുംബിക്കുകയും ചെയ്യുന്ന ഈ ഉമ്മ, ആ ഉമ്മാക്കല്ലാതെ ലോകത്താർക്കാണ് ഈ സ്നേഹം ഈ കുഞ്ഞുമോനെ കൊടുക്കാൻ കഴിയില്ല. ഞാൻ അവിടെ നിന്ന് തോട്ടായിരുന്നു പോയി. മഹാനായ
മദരിത്തങ്ങളുടെ ചാരത്തുനിന്ന് ഈ കുട്ടി ആ ഉമ്മാക്ക് മുമ്പേ മരണപ്പെട്ടു പോയില്ലെങ്കിൽ ഈ പെണ്ണുമോനെ ലോകത്ത് ഏത് മനുഷ്യനാണ് സംരക്ഷിക്കുക? ലോകത്താരാണ് ആ പെണ്ണുമോനെ ലാളിക്കുക? ലോകത്താരാണ് ആ കുഞ്ഞുമോനെ വാത്സല്യം കൊടുക്കുക? എന്റെയും നിങ്ങളുടെയും മക്കൾ ആരോഗ്യമുള്ള മക്കളാണ്. എന്റെയും നിങ്ങളുടെയും മക്കൾ വലിയ സംസാരശേഷിയുള്ള, നമ്മളോട് കൊഞ്ചിക്കൊഴഞ്ഞു വർത്തമാനം പറയുമ്പോ നമ്മളുടെ വണ്ടി നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോ ഉപ്പാ വാപ്പാ എന്ന് വിളിച്ചു ഓടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. എത്രയോ എത്രയോ മാതാപിതാക്കൾ കല്ലമ്പലത്തിനടുത്തൊരു ഒരു ബുറുദ മജ്‌ലിസിന് പോയപ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് ടൈമില്ല, എനിക്ക് നേരമില്ല. ഉസ്താദെ തീർച്ചയായും വന്നിട്ട് പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു, രാത്രി പോയിട്ട് എനിക്ക് മറ്റൊരു യാത്ര പോകാനുണ്ട്. എന്റെ വീട്ടിൽ നിങ്ങൾ വരാതെ പോയാൽ എനിക്ക് വലിയ വിഷമമാണ്. നിർബന്ധിച്ച് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അദ്ദേഹം കാറ് സ്വയം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഇടതുഭാഗത്തെ സീറ്റിലിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എനിക്കൊരു കുഞ്ഞുമോളുണ്ട്. 7 വയസ്സ് വരെ നല്ലപോലെ സംസാരിച്ച മോളാ. ഉസ്താദ് പ്രഭാഷണം നടത്തിയ ഈ പള്ളിയിൽ അവൾ മദ്രസയിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ച മോളാണ്. അവൾ നല്ലപോലെ സംസാരിക്കുന്ന മോളാണ്. അവൾ പാട്ടുപാടി നിവേദനത്തിനും മറ്റും ഫസ്റ്റ് മേടിച്ച മോളാണ്. ഇപ്പൊ എന്റെ മോൾക്ക് എന്തോ ബ്രെയിനിൽ എന്തോ ഞരമ്പുകൾ തമ്മിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കംപ്ലൈന്റ് ആയിട്ട് അവൾ സംസാരിക്കാറില്ല. ഇതും പറഞ്ഞ് ഈ സങ്കടം പറഞ്ഞ മോൾക്കൊന്ന് മന്ത്രിപ്പിക്കാനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ബുറുദ മജ്‌ലിസിൽ നമ്മുടെ ബുറുദ കണ്ടിട്ടും നമ്മുടെ പ്രഭാഷണം കേട്ടിട്ടും വഅദ് കേട്ടിട്ടും പ്രതീക്ഷയോടെ ഈ സഹോദരൻ ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഞാൻ ആ വീട്ടിന്റെ ഗേറ്റിന്റെ കവാടത്തിനടുത്തെത്തിയപ്പോൾ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരൻ പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. ആ നിലവിളി പോലെ ആയി കരച്ചിൽ. അയാൾ പറയുകയാണ്, ഞാൻ ഡ്രൈവ് ചെയ്ത് എന്റെ വണ്ടി ഹോൺ അടിച്ച് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തിയാൽ എനിക്ക് വേണ്ടി വന്ന് ഗേറ്റ് തുറന്നു തരുന്നത് എന്റെ പൊന്നുമോളായിരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങിയിട്ട് വണ്ടി നിർത്തിയ മനുഷ്യൻ ഇറങ്ങിയിട്ട് ഗേറ്റ് തുറന്ന് വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. അകത്തെ റൂമിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കസേര, ഇതുപോലത്തെ ഒരു സെയിം കസേര. ആ കസേരക്കകത്ത് കുഞ്ഞുമോൾ, 7 വയസ്സായ മനോഹരിയായ പൊന്നുമോൾ. അവളുടെ മുഖം കണ്ടാൽ അമ്പിളി പോലെ നിഷ്കളങ്കമാണ്. ആ മുഖമുള്ള കുഞ്ഞുമോളുടെ 2 കൈയും പിടിച്ച ആ കസേരയിൽ, ഫൈബർ കസേരയിൽ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇക്കാ എന്തിനായി മോളെ കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഉസ്താദെ കൈ അടിച്ചു വിടാൻ നിർവാഹമില്ല, കൈ രണ്ടും അടിച്ചു പറിക്കുകയാണ്. കിടന്നെടുത്ത് തന്നെയാണ് കാഷ്ടിക്കുക, മൂത്രമൊഴിക്കുക. എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് വാപ്പാനെ അറിയില്ല, ഉമ്മാനെ അറിയില്ല. ആ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫലവും കണ്ടിട്ടില്ല. ആ മാതാവ് എന്തൊരു വിഷമമാണ്, ആ പിതാവിന് എന്തൊരു സ്നേഹമാണ് ആ കുഞ്ഞുമോളോട്. മന്ദബുദ്ധികളെ പോലെ 2 കൈയും ഇങ്ങനെ പിറകെ കെട്ടിയിട്ടിട്ട് ഒരു സുന്ദരിയായ മോളിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി നിലവിളിച്ച് ഞങ്ങളെ കാണുമ്പോ കോക്കറി കാണിക്കും പോലെ കാണിച്ച് ആ കുഞ്ഞിങ്ങനെ വികൃതമായൊരു കുരങ്ങിന്റെ പോലത്തെ കോഷ്ടികൾ കാണിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ കൽബ് പറിച്ചു പോയി. ഞാൻ ആലോചിച്ചു പോയി, റബ്ബേ, മന്ദബുദ്ധികളായ മക്കളെ കൊടുത്ത് നീ മുഅ്മിനീങ്ങളെ പരീക്ഷിക്കുന്നത് വലിയ പരീക്ഷണമാണ്. എത്രയോ മന്ദബുദ്ധികളായ മക്കളില്ലേ? നമ്മുടെ മക്കൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ നിഅമത്ത് അറിയില്ല. നമ്മുടെ മക്കൾക്ക് നല്ല കാര്യക്ഷമതയുള്ള മക്കളായതുകൊണ്ട് അതിന്റെ മൂല്യം നമുക്കറിയില്ല. എന്നാൽ ഈ സഹോദരൻ മോളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഞാൻ അവളുടെ തലയിൽ ഇങ്ങനെ കൈവച്ചപ്പോൾ, മന്ത്രിക്കാൻ വേണ്ടി കൈവച്ചപ്പോൾ അവൾ എന്തൊക്കെയാണ് എന്നോട് കാണിക്കുന്നത്? 7 വയസ്സ് പിന്നിട്ട പൊന്നുമോളാണ്. മദ്രസയിൽ നബിദിനത്തിന് പാട്ടുപാടി ഫസ്റ്റ് മേടിച്ച പഠിക്കാൻ മിടുക്കിയായ പൊന്നുമോൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മളെല്ലാം വിജയിക്കണം.
അതുകൊണ്ട് എന്റെ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട ഉപ്പമാരോടും എന്റെ ഉമ്മമാരോടും ഞാൻ ആവർത്തനം പറയുന്നു, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വാപ്പമാർ, ഈ മന്ദബുദ്ധിയായ മകളിൽ എന്തൊരു പ്രതീക്ഷയാണ് ആ പിതാവിന്, ഈ മന്ദബുദ്ധിയായ മകളിൽ എന്തൊരു പ്രതീക്ഷയാണ് ആ മാതാവിന്. എത്ര സശ്രദ്ധമാണ് അവർ അതിനെ നോക്കുന്നത്. ഒരു ഉമ്മാക്കല്ലാതെ അങ്ങനെ നോക്കാൻ കഴിയുമോ? ഒരു വാപ്പാക്കല്ലാതെ അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ കഴിയുമോ? ഇത്രയേറെ സ്നേഹം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ സമ്മാനിച്ചാലും അവർ വളർന്നു വലുതാകുമ്പോ ഉമ്മാനെക്കാളും അവർക്ക് താല്പര്യം അവന്റെ ഭാര്യയും അവന്റെ മക്കളുമാണ്. അവന്റെ വാപ്പാനെക്കാളും അവന് ഇൻട്രസ്റ്റ് അവന്റെ ഭാര്യയും അവന്റെ മക്കളുമാണ്. ഒരു വേള ഇവൻ ചിന്തിക്കട്ടെ, ഞാനും ഇതുപോലെ എന്റെ കുഞ്ഞുമോനായിരുന്നു ഉമ്മാക്ക്, ഞാനും ഇതുപോലെ എന്റെ വാപ്പാക്ക് പൊന്നുമോനായിരുന്നു. എനിക്കൊരുപാട് ത്യാഗം സഹിച്ചാണ് എന്റെ പൊന്നുവാപ്പ എന്നെ വളർത്തിയത്. ഞാനിപ്പോ എന്റെ മകന് കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതുപോലെ സ്നേഹം തന്നിട്ടാണ് എന്റെ വാപ്പയും ഉമ്മയും എന്നെ വളർത്തിയതെന്ന് ഓരോ മാതാപിതാക്കളും മക്കളെ സംരക്ഷിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷകർത്താക്കളൊന്ന് ചിന്തിക്കുമോ? ഖുർആൻ പറയുന്നത് കണ്ടോ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. പടച്ചവനെ, കുഞ്ഞുനാളിൽ എന്റെ ഉമ്മ എന്നെ സംരക്ഷിച്ചതുപോലെ, എന്റെ വാപ്പ എന്നെ നോക്കിയതുപോലെ ഇന്നിതാ അവർ പ്രായാധിക്യം വന്നിരിക്കുന്നു. അവർക്ക് നീ കാരുണ്യം ചെയ്യണം അല്ലാ, അവർക്ക് നീ പൊറുക്കണം അല്ലാ എന്ന് ദുആയിരക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളെ ദുആയിരക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു വിശുദ്ധ ഖുർആനിൽ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി പറയുന്നത് കണ്ടോ, മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പാടില്ല, അത് വൻപാപങ്ങളിൽ പെട്ടതാണ്. ഇന്നല്ലാഹ തആല ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മവാപ്പമാരെ വേദനിപ്പിക്കുന്നതും വ്യസനിപ്പിക്കുന്നതും അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. നിങ്ങൾക്ക് മഹാനായ സ്വഹാബി വര്യന്മാർ, മഹാനായ സിദ്ദീഖുൽ അൻസാർ തങ്ങളെന്നൊരു മഹാനെ അറിയുമോ? ഉമ്മാനെ ധിക്കരിച്ചതിന്റെ പേരിൽ ധാരാളം വ്യസനം അനുഭവിക്കേണ്ടി വന്ന മഹാനാണ്. അങ്ങനെ ചരിത്രത്തിൽ എത്ര ആളുകളുണ്ട് മുഅ്മിനീങ്ങള്. അതാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു പാതിരാ സമയത്ത് കഅബാലയത്തിന്റെ ഓരത്തിൽ നിന്നൊരു വല്ലാത്ത ശബ്ദം കേട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളായ ഹസനും ഹുസൈനെയും വിളിക്കുകയാണ്. മക്കളെ ഹസനൈൻ. വാപ്പാന്റെ ചാരത്തേക്ക് ഓടി വന്നപ്പോ മക്കളോട് വാപ്പ പറയുകയാണ്, മോനെ ഹസനെ ഹുസൈനെ, ഈ പാതിരാത്രി സമയത്ത് എവിടെ നിന്നോ വലിയ ശബ്ദം കേൾക്കുന്നോ, അതെവിടെയാണെന്നൊന്ന് നോക്കിയിട്ട് വരുമോ? ഈ രണ്ട് ചെറിയ മക്കളും കൂടി പാതിരാത്രി സമയത്ത് രണ്ട് കൈകളും കോർത്തു പിടിച്ച് നടക്കുകയാണ്. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്നറിയാൻ നോക്കുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും കൂടി കഅബാലയത്തിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയാണ്. ഈ രണ്ടു ചെറിയ മക്കളും ചാരത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല സഹോദരാ, നിങ്ങളാരാണ്? നിങ്ങളെവിടുന്നാണ് വന്നത്? ഈ പാതിരാത്രി എന്തിനാണ് കഅബാലയത്തിന്റെ ചാരത്ത് കിടന്നിങ്ങനെ നിലവിളിക്കുന്നത്? എന്തിനാണ്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, നിലവിളിക്കും പാപി ഞാനൻ കഥകൾ ചൊല്ലിടാം, കഥന കഥകൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കാമോ?
മക്കളെ, ഞാൻ എന്റെ കഥനകഥകൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്റെ കഥനകഥകൾ കേൾക്കുമോ? ആ സമയത്ത് ഹസനും ഹുസൈനും പറയുകയാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ ഖലീഫയുടെ മക്കളാ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഖലീഫയോട് നിങ്ങൾക്ക് പറയാം, ഈ രാജ്യത്തെ ഭരണാധികാരിയോട് നിങ്ങൾക്ക് സൂചിപ്പിക്കാം. നിങ്ങൾ അദ്ദേഹത്തിന്റെ സമക്ഷത്തിലേക്ക് വരുമോ? ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുമോ? പുഴുക്കൾ വമിക്കുന്നുണ്ട്, രക്തമൊഴുകുന്നുണ്ട്, ചലവും പഴുപ്പും ചീന്തലവും വമിക്കുന്നുണ്ട്. ഒരിഞ്ചു പോലും ഇനി നടക്കാനോ സഞ്ചരിക്കാനോ ആ മനുഷ്യന് കഴിയില്ല. അങ്ങനെ ദാരുണമായ ഒരു ദുരവസ്ഥയിൽ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ആ മനുഷ്യൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്നെ കാണുന്നില്ലേ? എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലേ? എനിക്കിനി ഒരു ഇഞ്ച് പോലും ഇവിടെ നനങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫയോട്, നിങ്ങളുടെ പിതാവിനോട് എന്റെ ചാരത്തൊന്ന് വരാൻ പറയുമോ? എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്ക് ഈ മജ്‌ലിസ് പിരിയാം മുഅ്മിനീങ്ങളെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാരടക്കം ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരുമോ? നമ്മുടെ ഈ മജ്‌ലിസ് നമുക്കൊന്ന് പിരിയാം മുഅ്മിനീങ്ങളെ. ഈ സഹോദരൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവിനോടൊന്ന് വരാൻ പറയുമോ? നേരെ ഈ ചെറിയ രണ്ട് മക്കളും അലിയാറ് തങ്ങളുടെ സമക്ഷത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളാ കഅബാലയത്തിന്റെ ചാരത്തേക്കൊന്ന് ചെല്ലുമോ? അവിടെ ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, അവിടെ ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരമാസകലം തൃണങ്ങളാണ്, അദ്ദേഹത്തിന്റെ ശരീരമാസകലം പുഴുക്കളാണ്. പുഴുക്കൾ ഒളിക്കുന്ന ഗുണങ്ങളിൽ നിന്ന് പഴുപ്പും ചലവും ചീങ്കലവും രക്തവും ഒളിക്കുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യന്റെ ദാരുണമായ ദുരന്തം ആ കഅബാലയത്തിന്റെ ചാരത്ത് കാണുന്നു. വാപ്പാ, നിങ്ങളൊന്ന് വരുമോ? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, തങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മരുമകനല്ലയോ? ഞങ്ങൾക്കൊരു യോഗ്യതയുള്ള ആളുകളല്ല. ഞങ്ങൾ നിന്റെ ദീന് പറഞ്ഞിട്ട് ഈ മുഅ്മിനീങ്ങളോട് ഇത് ഉയർത്തി കാണിച്ചു. ഇത് ഇസ്മാഈൽ നബിയുടെ പാദസ്പർശനമേറ്റ വെള്ളമാണ്, ഇത് ഹറം ശരീഫിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇത് ഏറ്റെടുക്കാൻ സന്മനസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ ഈ മജ്‌ലിസിൽ ചോദിച്ചപ്പോൾ പ്രസിദ്ധി ആഗ്രഹിക്കാതെ ഒരു സഹോദരൻ ഈ മജ്‌ലിസിൽ 3333 രൂപ തന്നെ ഞാനത് ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പടച്ചറബേ, അദ്ദേഹം അത് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണമല്ലോ, നീ ഏറ്റെടുക്കണമല്ലോ, നീ ഏറ്റെടുക്കണമല്ലോ. അതിനുശേഷം അദ്ദേഹം ഈ സംഘാടകരോട്, ഞാൻ എന്റെ ഇന്നാലിന്ന വിഷയത്തിനാണ് ഏറ്റെടുത്തത്, അതെനിക്ക് പാസായി എന്ന് പറയുന്നൊരു തരത്തിലേക്ക് നീ എത്തിക്കണമല്ലോ. ഞങ്ങൾ മോശക്കാരാണ്, ഞങ്ങൾ തെറ്റുകാരാണ്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ഈ ദർബാർ ശ്രേഷ്ഠമായ ദർബാറാണ്. അവർ ഞങ്ങൾ വിവരം കുറഞ്ഞവരാണെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞ മജ്‌ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന മജ്‌ലിസിലാണ് ഞങ്ങളുള്ളത്. റബ്ബേ, ബറക്കത്ത് കൊണ്ട്, നീ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, വിശേഷിച്ച് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണം റഹ്മാനേ. നീ അദ്ദേഹത്തെയും കുടുംബത്തെയും നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. بحق النبي محمد
بحق النبي محمد صلى الله عليه وسلم. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന നേതാവ് നേരെ ഈ മനുഷ്യന്റെ ചാരത്തേക്ക് ചെന്ന് നിന്നപ്പോൾ അലിയാർ തങ്ങളോട് പറയുകയാണ്, അലിയാർ തങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മരുമകനാണ്, നിങ്ങൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്, നിങ്ങൾ ഹസൻ ഹുസൈനിന്റെ പിതാവാണ്. ഈ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ പിടിച്ചിട്ട് എനിക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ ദർബാറിൽ ഒന്ന് ദുആ ഇറക്കുമോ തങ്ങളെ? ആ സമയത്ത് അലിയാർ തങ്ങൾ ചോദിച്ചു, സഹോദര നിനക്ക് എന്തു പറ്റി സഹോദര? ആ സമയത്ത് ഇയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോടൊരപരാധം ചെയ്തു പോയി. കൃത്യമായി നിസ്കരിക്കാനും നോമ്പെടുക്കാനും സുഹൃതങ്ങൾ എന്നോട് നിത്യമായി കൽപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു, വാപ്പാ 18 വയസ്സ് പൂർത്തിയായ മോന, എന്നെ ഇനി ഉപദേശിക്കാൻ വന്നാൽ അടിച്ചു ഞാൻ കരണക്കുറ്റി പൊട്ടിക്കും. വാപ്പാനോട് ഞാൻ കയർത്ത് സംസാരിച്ചു. പക്ഷേ വാപ്പ ദീന് പഠിച്ച വാപ്പയാണ്. എന്നെ കാണുമ്പോഴൊക്കെ വാപ്പ പറഞ്ഞു, മോനെ നിസ്കരിക്കണേടാ, മോനെ നോമ്പെടുക്കണേടാ, മോനെ സുഹൃതങ്ങൾ ചെയ്യണേടാ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, ഹാജിയാരെ നിങ്ങൾ മാത്രം ഹജ്ജ് ചെയ്തെന്ന് സ്വർഗത്തിൽ പോവാന്ന് വിചാരിക്കണ്ട, മുസ്ലിയാരെ നിങ്ങൾ മാത്രം പ്രസംഗിച്ചെന്ന് സ്വർഗത്തിൽ പോവാന്ന് വിചാരിക്കണ്ട, പള്ളിക്കമ്മറ്റിക്കാരെ നിങ്ങൾ മാത്രം സേവനങ്ങൾ ചെയ്യുന്ന സ്വർഗത്തിൽ പോവാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ അഖിലുകാരെ നിസ്കരിക്കണം. നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളുമൊക്കെ വീട്ടിന്റെ അകത്തളത്തിൽ അന്താരാഷ്ട്രങ്ങളിൽ കയ്യും നോക്കി കയറ്റി വെച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ അത് പാടില്ല. നിങ്ങളുടെ നിസ്കാരത്തലം അല്ലാഹു വേണ്ട, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു വേണ്ട, നിങ്ങളുടെ ഒന്നും അല്ലാഹു വേണ്ട. ഇത് ഖുർആനാണ്. ഇത് പഠിച്ച പിതാവ് വീണ്ടും മകനെ ഉപദേശിച്ചു. ഒരു ദിവസം ആ മകനായ വാപ്പാന്റെ മുഖത്തേക്ക് തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ടാടിക്കുകയാണ്. നിലത്ത് വീണ വാപ്പാന്റെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ചിട്ട് വാപ്പാന്റെ മുഖത്തേക്ക് കാർക്കിച്ചെന്ന് തുപ്പുകയാണ്. മനസ്സ് വേദനിച്ചു പോയ പിതാവ് പറഞ്ഞു, എടാ നിനക്കെതിരെ ഞാൻ പടച്ച റബ്ബിന്റെ കഅബാലയത്തിൽ പോയി ദുആ ഇറക്കുമെടാ. ഈ മകനതാ കളിക്കളത്തിൽ പോയിട്ട് മടങ്ങിയിറങ്ങുന്ന സമയത്ത് അവൻ അനങ്ങാൻ കഴിയുന്നില്ല. ആലോചിച്ചു പോയി, പടച്ചവനെ ഇന്ന് രാവിലെ വാപ്പാനോട് ഞാൻ വേണ്ടാത്തരം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, എനിക്കെതിരെ വാപ്പ ദ്വാരക്കാൻ കഅബാലയം ലക്ഷ്യമാക്കി യാത്രയായിട്ടുണ്ട്. അവൻ അങ്ങനെ ചിന്തിച്ചതാ വീടിന്റെ ഉമ്മറപ്പടിയിലങ്ങ് കടന്നുപോയി. പിന്നെ അവൻ എഴുന്നേൽക്കാനാകുന്നില്ല. ആസകലം വേദനയാകുന്നു. അവന് വ്യസനമായി, വിഷമമായി, ദുഃഖമായി, ബുദ്ധിമുട്ടായി, പ്രയാസമായി, പ്രതിസന്ധിയിലായി കിടക്കുമ്പോൾ അതാ ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്ന വാപ്പയാണ് വരുന്നത്. വാപ്പാന്റെ കുതിര വന്ന് വീടിന്റെ മുറ്റത്ത് നിന്നപ്പോ അവൻ വാപ്പാനെ വിളിച്ചു, വാപ്പാ ഈ മകനിതാ വേദനിച്ചു കിടക്കുന്നു, ഇനി ഞാൻ വാപ്പാനെ അനുസരിക്കാം, വാപ്പാനെ വഴിപ്പെടാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, സൽക്കർമ്മം ചെയ്യാം, എനിക്ക് അനുകൂലമായി കഅബാലയത്തിൽ പോയി വാപ്പയൊന്ന് ദുആയിരന്ന് തരുമോ? ഈ മകനെയും അയാ താങ്ങിയെടുത്ത് വാത്സല്യ സമ്പന്നനായ പിതാവിന്റെ ഹൃദയം പൊട്ടുകയാണ്. തന്റെ മകനതാ ആരോഗ്യ ദൃഢഗാത്രനായ മകനിതാ തരിച്ചു നിലത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ ആ മകനെ താങ്ങിയെടുത്ത് കുതിരപ്പുറത്തിരുത്തിയിട്ട് താൻ പോയി കഅബാലയത്തിന്റെ കാരിങ്കൽ ഭിത്തികൾക്ക് താഴെ നിന്ന് മകനെതിരായി ദുആയിരുന്ന പിതാവ് അതേ മകനെയും കൊണ്ടുപോയി അനുകൂലമായി പ്രാർത്ഥനയ്ക്ക് പുറപ്പെടുകയാണ്. വഴിമധ്യേ ഒരു അറാക്കിന്റെ താഴ്വാരം എത്തിപ്പെട്ടപ്പോൾ ഈ കുതിര ഇങ്ങനെ താഴ്വാരത്തിലേക്ക് ശീഘ്രം സ്പീഡിൽ ഫാസ്റ്റായി ഇറങ്ങി വരുമ്പോൾ ആറാക്കിന്റെ വൃക്ഷത്തിന്റെ ഇലയുടെ അടിഭാഗത്ത് വസിക്കുന്ന ഒരു പ്രത്യേകം പ്രാണിവർഗം, കടന്നൽ പോലെ, കുരുട്ടീച്ച പോലെ, തേനീച്ച പോലെ ഈച്ച പ്രാണിവർഗം ഈ കുതിരയുടെ നേർക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്തോ. കുതിരയ്ക്കാകെ
മതമിളകി അതിന്റെ ലക്കും ലകാരം പൊട്ടിച്ചതിങ്ങനെ ഓടാൻ തുടങ്ങി മരം പൊട്ടിയതുപോലെ അതാ അടുത്തുള്ള വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പിതാവിനെയും മകനെയും വഹിച്ചുകൊണ്ട് കുതിര ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, ആ കുതിര ഈ മകനെ നിലത്തേക്ക് തള്ളിയിട്ടോ അവന്റെ തലയും ശരീരമൊക്കെ പൊട്ടി, ശരീരമാസകലം മുറിവ് പറ്റി. അവൻ അവിടെ കിടന്നിങ്ങനെ നോക്കുമ്പോഴുണ്ട് പിതാവിനെയും വഹിച്ചുകൊണ്ടതാ ഭ്രാന്തമായ ആവേശത്തോടെ മുന്നോട്ട് പോകുന്ന കുതിര അടുത്തുള്ളതാ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മൂർച്ചയുള്ള ചീളുകൾക്കിടയിലേക്ക് കയറുകയാണ്. എന്റെ വാപ്പാ ആ കുതിരയുടെ പുറത്തു നിന്ന് നിലത്തേക്ക് വീഴുകയാണ്. പ്രായമുള്ള വാപ്പാന് കുതിരയെ നിയന്ത്രിക്കാനാകുന്നില്ല. വൃദ്ധനായ പിതാവിന് ഭ്രാന്തമായ ആവേശത്തോടെ മുന്നോട്ട് കുതിക്കുന്ന കുതിരയെ നിയന്ത്രിക്കാനാകുന്നില്ല. ആ കുതിര ഇങ്ങനെ പാറക്കെട്ടുകൾക്ക് മീതെ ഫാസ്റ്റായി ചാടി ചാടി പോകുമ്പോൾ വാപ്പ കുതിരയുടെ പുറത്തു നിന്ന് മൂർച്ചയേറിയ പാറക്കെട്ടുകളുടെ ചീളുകൾക്കിടയിലേക്ക് വന്ന് വീഴുകയാണ്. തലച്ചോറ് തകർന്ന് പരിപ്പണമായി പാർട്സായി പീസായി വാപ്പാന്റെ ശരീരം മാറുകയാണ്. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു പോയി, റബ്ബേ എന്റെ പിതാവ് എന്റെ കൺമുന്നിലതാ ചിന്നിച്ചിതറി മരണപ്പെട്ടുപോയി. അതാ കഴുകന്മാരെത്തുന്നതിന് മുമ്പാ ജനാസയെങ്കിലും ഒന്നെടുത്ത് മറമാടാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്നോ എന്ന് ഞാനങ്ങ് ദുആയിരുന്നിട്ട് എഴയാൻ ശ്രമിക്കുമ്പോൾ എഴയാനാകുന്നുണ്ട്. ഞാൻ എഴഞ്ഞിതിന്റെ ചാരത്ത് വന്നിട്ട് വാപ്പാന്റെ ചിന്നിച്ചിതറിയ ജനാസ ഞാനെടുത്ത് കോർത്തതാ ഒരു കുഴിയിലേക്ക് വെച്ചിട്ട് ഞാനങ്ങ് മറമാടി. എന്നിട്ട് ആ രാത്രി മുതൽ ഞാൻ യാത്ര ആരംഭിച്ചു. തൈവ ലക്ഷ്യമാക്കി പൊട്ടിത്തകർന്ന് മുറിവായി ഡീപ്പായി എന്തറിവാഹിച്ച എന്റെ ശരീരങ്ങളിൽ നിന്ന് രക്തമൊഴുകി പുഴുക്കൾ വമിച്ച് ദുർഗന്ധം വമിച്ച് അതാ പഴുപ്പും ചലവും ചീഞ്ചലവും ഒഴുകി. ഇത്ര വികൃതമായി എന്നെ കണ്ടില്ലേ ഖലീഫ? എത്രയോ ദിവസമായി ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് ഈ കഅബ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് ഈ പാതിരാ നേരത്തിവിടെ വന്നെത്തിയതാണ്. കാണുന്ന കഅബയുടെ കൊല്ല പിടിച്ചിട്ട് എനിക്ക് അനുകൂലമായി പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഒന്നതായി ഒന്ന് തരുമാ ഖലീഫ. മനുഷ്യ പിതാവിനെ വിക്കരിച്ചത് പോരാഞ്ഞിട്ട് വാപ്പാന്റെ മുഖത്തടിച്ചത് പോരാഞ്ഞിട്ട് വാപ്പാന്റെ മുഖത്ത് തർക്കിച്ചു തുപ്പിയ മനുഷ്യ, നിന്റെ ചാരത്ത് ഞാനൊരു നിമിഷം തോറും നിൽക്കില്ലടാ. അല്ലാഹുവിന്റെ നാമത്താൽ വളരെ കൗശമായി ബോധാന്തരായി സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു, ഖലീഫ എന്റെ വാപ്പ എനിക്ക് സംതൃപ്തിയുള്ള വാപ്പയാ, ഈ മകനാ പിതാവിന് സംതൃപ്തിയുള്ള മോനവാ. അതുകൊണ്ടല്ലേ എനിക്ക് അനുകൂലമായി ദുആഇറക്കാൻ ഈ കഅബയുടെ കരിങ്കൽ ഭിത്തികൾക്ക് താഴെ വന്ന് ഈ മകൻ അനുകൂലമായി ദുആഇറക്കാൻ എന്റെ പിതാവ് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളെന്ന് എനിക്ക് അനുകൂലമായെന്ന് പ്രാർത്ഥിക്കുമോ? അലീബിന് അബീ താലിബ് ഞങ്ങൾ കഅബയുടെ കരിങ്കൽ ഭിത്തികളിൽ കൈകൊടുത്തിട്ട് ആ മനുഷ്യന് വേണ്ടി എന്ന് ദുആയിരുന്നപ്പോൾ ആർത്തട്ടഹാസം മുഴക്കി അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ മജ്‌ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ, ഉമ്മ സ്വർഗമാണ്, വാപ്പ സ്വർഗമാണ്. അതല്ലേ ലുഖ്മാൻ തങ്ങൾ പറഞ്ഞത്, അൽ വാലിദാനി ബാബുൻ മിൻ അബ്വാബിൽ ജന്ന. ഉമ്മയാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം, വാപ്പയാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം. അതുകൊണ്ട് ഉമ്മ വാപ്പമാരെ ആദരിക്കണേ, ഉമ്മ വാപ്പമാരെ സ്നേഹിക്കണേ. ഉമ്മ വാപ്പമാർക്ക് നൽകേണ്ട നന്മകളെല്ലാം നിങ്ങൾ വകവെച്ച് നൽകണേ. അലീമായ പടച്ചറപ്പ് നമ്മളെ ഏറ്റെടുത്ത് നമുക്കവരുടെ പുറത്തുമുള്ള നല്ല മക്കളായി ജീവിച്ച് ഉമ്മാന്റെ പുറത്തം പേടിച്ച് പാപ്പാന്റെ പുറത്തം പേടിച്ച് നല്ല സ്വാലിഹീങ്ങളായി ഈ ലോകത്ത് നമ്മളുടെ പറയാൻ അലീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كل ما ذكره ذاكرون وغفر عن ذكره